ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള ബീഫ് കറി വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പ്രഷർ കുക്കറിലും കുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ ബീഫ് മേടിച്ചു കൊണ്ടുവന്ന് നന്നായി ക്ലീൻ ചെയ്ത് ചെറിയ കഷങ്ങളായി കണ്ടിച്ച് വെച്ചിരുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 പച്ചമുളക് കീറിയത്, 4 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1/2 സവാള ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് വേകും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ബീഫ് വെന്തു. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഫ്രൈങ് പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിടാം, ഒരു ചെറിയ പിഞ്ച് ഉലുവ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് വഴറ്റിയെടുക്കാം. ഒരു കറുവപ്പട്ടയുടെ ഇലയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 സവാള ഉള്ളി ചെറുതായി അരിഞ്ഞത്, 5-6 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് കീറിയത്, ഇത്രയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സവാള ഉള്ളിയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മറ്റുള്ള മസാലപ്പൊടികൾ ഇടാം. ആദ്യം 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ബീഫ് കുക്ക് ചെയ്യാൻ നേരത്തും അതിൽ 1/2 ടീസ്പൂൺ ഇട്ടതാണ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഈ ഗരം മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ 1 മിനിറ്റ് നമുക്ക് ചെറു തീയിൽ വഴറ്റിയെടുക്കാം. ഇത് വഴണ്ടു നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് വഴണ്ടു. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയെല്ലാം നന്നായി ബീഫിൽ പിടിക്കുന്ന വരെ ചെറു തീയിൽ ഇളക്കിക്കൊണ്ടിരിക്കാം. നിങ്ങൾക്ക് വെള്ളം അധികം വേണ്ടവരാണെങ്കിൽ നമ്മൾ ഇറച്ചി കുക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ഇച്ചിരി അധികം വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുക. എനിക്ക് കുഴമ്പ് പരുവത്തിലാണ് ബീഫ് കറി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളൂ. ഇത് കുഴമ്പ് പരുവം ആവുന്ന വരെ ഞാനിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് തീ എടുത്ത് വാങ്ങുന്നതായിരിക്കും. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. ഇതിപ്പോൾ വെള്ളമെല്ലാം വറ്റി കുഴമ്പ് പരുവത്തിനായി. ഞാൻ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വാങ്ങാൻ പോവുകയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില. അധികം ഗ്രേവി വേണ്ടവർ അത് കുക്ക് ചെയ്യുമ്പോൾ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ നല്ല രുചിയുള്ള ബീഫ് കറി റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് കമൻറ്റ് പറയണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.